ഹലോ, ഇന്ന് രാവിലെ കുറച്ച് ബീഫ് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിന് കൊച്ചുള്ളി, ഇഞ്ചി ചതച്ചെടുത്തിട്ട് അതിന് ശേഷം പച്ചമുളക്, സവാള നീളത്തിലരിഞ്ഞ് അത് കഴിക്കാനായിട്ട് ഇട്ട് ഉപ്പും ചേർത്ത് അതിനായിട്ട് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ആവശ്യത്തിന് ഇട്ടുകൂട്ടി നല്ല രീതിയിൽ മൂപ്പിച്ച് അങ്ങോട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അത് നല്ല രീതിയിൽ മൂപ്പിച്ച് സെറ്റാക്കി എടുത്തു. അതിനുശേഷം നമ്മൾ ആവശ്യമായ മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി അതെല്ലാം കൂടി ഇട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ബീഫ് ഇട്ട് നല്ല രീതിയിൽ ഇളക്കി അതിന് ശേഷം ശകലം വെള്ളം കൂടി ചേർത്തൊന്ന് മൂടി വെച്ച് വേവിച്ചു. അതിന് കൂട്ടത്തിൽ നമ്മൾ തക്കാളി ചട്നി ഉണ്ടാക്കുന്നതാണ്. ബീഫ് നമുക്ക് പിറ്റേ ദിവസത്തേക്ക് എടുക്കാനാണ്. ശകലം നമ്മുടെ ചുമന്ന മീനും മുളക് പുരട്ടി മസാല പുരട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്, അത് വറുക്കാനായിട്ടായിരുന്നു. പിന്നെ നമ്മുടെ ക്യാരറ്റ് അച്ചാർ വെച്ച് എൻ്റെ അമ്മ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് മാത്രം മതി ചോറ് കഴിക്കാൻ. പിന്നെ ബീഫൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ശകലം മീൻ കറിയും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു. മീൻ കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചുമന്ന മീൻ കറിയായിരുന്നു വെച്ചത്. അതിനുശേഷം നമ്മൾ തക്കാളി ചട്നി അതെല്ലാം റെഡിയാക്കി നമ്മൾ അടുപ്പിലോട്ട് വെച്ചു. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ രാവിലെ കഴിക്കാനായിട്ട് തക്കാളി ചട്നി, ശകലം ബീഫും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ശകലം ക്യാരറ്റ് അച്ചാറും എടുത്തു. അത് മാത്രം മതി, ക്യാരറ്റ് അച്ചാർ മാത്രം മതിയായിരുന്നു ചോറ് കഴിക്കാൻ. ഞാൻ അതും കൂട്ടി ചോറ് കഴിച്ചു. പിന്നെ കുറച്ച് മീൻ വറുക്കാനുണ്ടായിരുന്നു, അതും വറുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ.